നമസ്കാരം. നമ്മളുടെ ട്രംപിൻ്റെ ക്ലോക്ക് 48 മണിക്കൂർ അവധി പറഞ്ഞ ക്ലോക്ക് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വാർത്ത നാളെ ടെഹ്റാൻ ടൈം രാവിലെ 3:34 ശേഷം ഹാർമുസിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് ഇന്നലെ നൽകിയ വാണിംഗ് അത് ഇറാനിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഞങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ GCC രാജ്യങ്ങൾ മൊത്തം ഞങ്ങൾ കത്തിക്കും എന്നുള്ള ഒരു വാണിംഗാണ്. അതുപോലെ ഇസ്രായേലും കത്തിക്കും. അത് അവർ യൂഷ്വൽ പറയുന്നത് പോലെ അമേരിക്കൻ അസറ്റ്സ് കത്തിക്കും, പിന്നെ GCC രാജ്യങ്ങളിലെ ഡീസാലിനേഷൻ പ്ലാന്റുകൾ തകർത്ത് കളയും, അവർക്ക് കുടിവെള്ളം ഇല്ലാതാക്കും, അവരുടെ എനർജി ഫെസിലിറ്റീസ് മുഴുവൻ ഞങ്ങൾ തീർക്കും, അവരുടെ ഗ്യാസ് ഡീസൽ സൗകര്യങ്ങൾ മുഴുവൻ തീർക്കും. ഇത്തരത്തിൽ ആണ് IRGCയുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നിശ്ചയമായിട്ടും ഈ പ്രതികരണം അവരിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കുന്ന പ്രതികരണമാണ്. ട്രംപും പ്രതീക്ഷിക്കുന്ന പ്രതികരണം തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ശരി, ഇത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ എസ്കലേഷനാണെന്ന് പറയാം. ഇതുവരെ രണ്ട് ഭാഗത്തേക്ക് അവർ മിസൈലുകൾ എറിഞ്ഞ് കളിക്കുകയായിരുന്നു, പടക്കം എറിഞ്ഞ് കളിക്കുകയായിരുന്നു. ഇനി ഇത് നേരിട്ട് കൂട്ടിമുട്ടാൻ പോവുകയാണ്. അപ്പോൾ ഹാർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റീജിയനാണ്. ആ റീജിയനിൽ എന്തായാലും മുഖാമുഖം വരാതെ നിവൃത്തിയില്ല. അപ്പോൾ അതിനിടയിലൂടെ അരാക്ചി പറയുന്നുണ്ട്, ഞങ്ങളുടെ ആർക്കും തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ശത്രു രാജ്യങ്ങൾ ഒഴികെ ബാക്കി ആർക്കും കടന്നു പോകാം. ഇന്നലെ അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കൻ വെസൽസിനൊഴികെ ബാക്കിയുള്ള ഏത് നാവിക വാഹനങ്ങൾക്കും ഹോർമുസ് കടലിടുക്കിലൂടെ പോകാൻ ഞങ്ങൾ തടഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അവിടെ ബ്രിട്ടൻ്റെയും മറ്റ് പല രാജ്യങ്ങളുടെയും വെസൽസിന് നേരെ ആക്രമണം ഉണ്ടായ കാര്യം നമുക്കറിയാം. മാത്രമല്ല അരാക്ചി പറയുന്നതിന് IRGC കൊടുക്കുന്ന മൂല്യം എത്രയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അരാക്ചിക്ക് ഒരു ഗ്യാരണ്ടിയും തരാൻ കഴിയില്ല. അപ്പോൾ അതിലൂടെ നാവിക വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് അരാക്ചി പറഞ്ഞതായിട്ടുണ്ട്. ഇനി അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വേറെയുമുണ്ട്. ഈ പറയുന്ന ഇസ്രായേലിൽ ഇന്നലെ ഉണ്ടായ മിസൈൽ ആക്രമണം, അതിനകത്ത് 180ഓളം ആളുകൾക്ക് പരിക്ക് പറ്റി എന്നാണ് ഏറ്റവും അവസാനമായിട്ട് വരുന്ന വിശകലനം. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. കാരണം 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ് ഇസ്രായേലിനുള്ളത്. അയൺ ഡോമുണ്ട്, താഡ് സിസ്റ്റമുണ്ട്, അതുകൂടാതെ അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ റഡാർ പോലത്തെ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഉള്ള ഒരു കവചം കൂടിയുണ്ട്. ഈ 3 കവചങ്ങൾക്ക് ഇപ്പുറത്തേക്ക്, അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഹൊറിസോണ്ടലായിട്ടല്ല ഈ മിസൈലുകൾ വരുന്നത്. നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് ആകാശത്ത് നിന്ന് വെർട്ടിക്കലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഏത് സിസ്റ്റങ്ങളെയും മിസൈൽ ബാരേജസ് എന്ന് പറയുന്നതിനൊക്കെ തടയാനുള്ള സംവിധാനങ്ങൾ ഈ 3 ലെയറിൽ നിശ്ചയമായും വരും. നേരെ മറിച്ച് ആകാശത്തിൽ നിന്നൊരു സാധനം രാജ്യത്തിൻ്റെ മധ്യഭാഗത്തേക്ക് വരുമ്പം ഈ പറയുന്ന ലെയറുകളുടെ കണ്ണിൽപ്പെടാതെ അതിനെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇത് ഡിറ്റക്റ്റ് ചെയ്തിരുന്നുവെന്നും ഈ പറയുന്ന 2 മിസൈലുകൾക്ക് നേരെയും ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിരുന്നുവെന്നും ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നുമാണ് ഇസ്രായേലിൻ്റെ IDF പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരു ബാലിസ്റ്റിക് മിസൈൽ അത് വരുന്ന ഉയരത്തിനനുസരിച്ച് എത്ര ഉയരത്തിൽ നിന്നാണോ അത് താഴേക്ക് വീഴുന്നത് അതിനനുസരിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിൻ്റെ മേലെ പോയി മുട്ടാൻ. കാരണം മിസൈൽ ടു മിസൈൽ എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ഹിറ്റിംഗ്. താഴെ നിന്ന് അയക്കുന്ന മിസൈൽ അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടി അയക്കുന്ന മിസൈൽ, ഡിഫൻസിന് വേണ്ടി അയക്കുന്ന മിസൈൽ മുകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ രാജ്യത്തേക്ക് പതിക്കുന്ന മിസൈലിൻ്റെ മേലെ പോയിട്ട് ടച്ച് ചെയ്യണം. അത് രണ്ടും കോൺടാക്ട് ചെയ്യുന്ന സമയത്താണ് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഉന്നം, നമ്മളൊരു ബുള്ളറ്റ് അയക്കുന്നത് പോലെ തന്നെ ബുള്ളറ്റ് അതിൻ്റെ ലക്ഷ്യത്തിൽ പോയിട്ട് കൊള്ളണം. അപ്പോൾ ആ കൊള്ളുക എന്നുള്ളത് 20,000 കിലോമീറ്ററിന് മേലെ വേഗതയുള്ള ഒരു സാധനം, അത് ഫ്രീ ഫോളിങ്ങിലാണ്. അതിൻ്റെ മേലെ ചെന്ന് ടച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പ്രിസിഷൻ വേണ്ട സംഗതിയാണ്, മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു ആർഗ്യുമെൻറ്റ് വരുന്നത് ക്ലസ്റ്റർ ബോംബ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതിൽ. പക്ഷേ ക്ലസ്റ്റർ ബോംബിന് വരുത്താവുന്ന തരത്തിലുള്ള ഒരു അപകടമല്ല ഇത് വരുത്തിയത്. ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത് ഒരു ബോംബിനകത്ത് തന്നെ 10ഓ 80ഓ ബോംബുകൾ വെച്ചിട്ടുള്ളതാണ്. അത് ഇറാൻ അത് 80 വരെ വയ്ക്കുന്നു പറയും. സാധാരണ 25 മുതൽ 30 വരെയാണ് ഉണ്ടാവുക. ഇറാൻ്റെ 70-80 വരെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ കണക്കുകളില്ല, കാരണം ഇന്ന് ഒഫീഷ്യൽ വെപ്പൺസ് അല്ല. അപ്പം ഇത് അത് ചെറിയ വീഴുമ്പോൾ ഇതൊക്കെ ചെറിയ ബോംബുകളാണ്. അപ്പം ചെറിയ ബോംബിന് വരുത്താവുന്ന ഒരു ഡാമേജ് അല്ല ഈ ബോംബ് വരുത്തുക. കാരണം ഈ ഇസ്രായേൽക്കാരെന്ന് പറയുന്ന ഒരു മുഴുവൻ ബങ്കറിലാണ്. ഒരാൾ പോലും ഈ സൈറൺ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബങ്കറിലാണ്. ഇപ്പോൾ ഈ പരിക്ക് പറ്റിയെന്ന് പറയുന്ന ആളുകൾ മുഴുവൻ പരിക്ക് പറ്റിയത്
മിസൈൽ കൊണ്ടിട്ടല്ല, ബങ്കറുകൾ തകർന്ന് മേലെ വീണിട്ടാണ്. അപ്പോൾ ബങ്കറുകൾ തകർക്കത്തക്ക രീതിയിലുള്ളൊരു വലിയൊരു എക്സ്പ്ലോഷൻ, ഒരു ട്രമർ, ആ ട്രമർ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള. അപ്പം ആ മിസൈൽ വാർഹെഡ് അൺഹിൻഡേഡ് ആയിട്ട് വന്ന് പതിച്ച വലിയ വാർഹെഡുകളായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ക്ലസ്റ്റർ ബോംബാണെങ്കിൽ അത്തരത്തിലുള്ളൊരു ട്രമർ ഉണ്ടാക്കാൻ അതിന് സാധിക്കില്ല. അപ്പോൾ ആ ട്രമറിൽ പെട്ട് ഈ മിസൈൽ പാർട്ടുകൾ ഏറ്റിട്ടല്ല, അവരുടെ ബങ്കറുകൾ പൊടിഞ്ഞ് വീണിട്ട് അതിൻ്റെ സാധനങ്ങൾ വീണിട്ടാണ് പരിക്ക് പറ്റിയത്. 180ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എത്രത്തോളം സിവിയറാണ് പരിക്ക് എന്നുള്ളതിനെ സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടില്ല. എന്തായാലും കാഷ്വാലിറ്റി, ആളുകളൊന്നും മരണപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇനി ഒരുപക്ഷെ ഇറാൻ അവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് അവസാന ഭാഗത്തേക്ക്, നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പം സാധാരണ പണ്ടൊക്കെ ഓർമ്മയില്ലേ, മാലപ്പടക്കം പൊട്ടിച്ചിട്ടാണ് തുടങ്ങുക. മാലപ്പടക്കം പൊട്ടിച്ച് തുടങ്ങിയിട്ട് അതിനിടയ്ക്ക് ചെറിയ ചെറിയ അമിട്ടുകൾ, അമിട്ടിൻ്റെ ശബ്ദം കൂടിക്കൂടി വരും. അങ്ങനെ കൂടിക്കൂടി വന്ന് ടുവേർഡ്സ് ദി എൻഡ് ഏറ്റവും ശബ്ദമുള്ള അമിട്ടുകൾ എക്സ്പ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇറാൻ അവരുടെ യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് ഉപയോഗിക്കാനായി അവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിസൈൽസ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളത് സംശയിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സബ്മറൈൻസിൽ എവിടെയെങ്കിലും, കടലുകളിൽ എവിടെയെങ്കിലും ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഈ മിസൈൽസ് എവിടെ നിന്നാണ് തൊടുത്തത് എന്നതിന് കൃത്യമായിട്ട് ഇതുവരെ സോഴ്സുകളൊന്നും വന്നിട്ടില്ല. എവിടെ നിന്നാണ് വന്നതെന്ന്, ഇറാൻ്റെ ഏത് ഭാഗത്താണ് അയച്ചതെന്നതിനെ സംബന്ധിച്ച് വന്നിട്ടില്ല. പക്ഷേ IRGC ഇത് അയക്കുന്നതിന് തലേന്ന് തന്നെ നഡാൻസ് ആക്രമിച്ചപ്പോൾ ഞങ്ങൾ ഇതിന് പകരം വീട്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ അവർ പറഞ്ഞത് ഇത് നഡാൻസ് ആക്രമിച്ചതിൻ്റെ പകരം വീട്ടിലാണെന്നാണ്. പിന്നെ നഡാൻസ് ആക്രമിച്ചിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ. അതിന് മുമ്പത്തെ കുറേ പകരം, ഖമനേയിയെ കൊന്നപ്പോൾ മുതലുള്ള കുറേ പകരം വീട്ടാനുണ്ട്. റിവെഞ്ച് ഇങ്ങനെ എഴുതി വെച്ച ലിസ്റ്റിനകത്ത് ഇവിടെ നെതന്യാഹു പേര് ഓരോന്ന് വെട്ടുന്നതിനനുസരിച്ച് അവിടെ പേരിൻ്റെ എണ്ണം കൂടി വരുമല്ലോ. അപ്പോൾ ഈ പേര് ഇതിപ്പോൾ നഡാൻസ് ആക്രമിച്ചതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് യുദ്ധമാണ്, രണ്ട് ഭാഗത്തും പരിക്കുണ്ടാവും, അത് നല്ലത്. അപ്പോൾ നല്ലത് മീൻസ് ഇറാനെ സംബന്ധിച്ചൊരു വിജയം, അവർക്ക് വേണമല്ലോ വിജയം, യുദ്ധം രണ്ട് ഭാഗത്ത് നടക്കല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് അവർ അവസാന ഭാഗത്തേക്ക് കരുതി വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. കാരണം ലോകത്തിന് മുമ്പിൽ ഇനിയും തങ്ങൾ ജീവനോടുണ്ടെന്ന് കാണിക്കണം. അവരുടെ നമ്പർ ഓഫ് അറ്റാക്സ് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നലെ ഇസ്രായേലിലേക്ക് അവരുടെ 10 ബാരേജസ് അയച്ചിട്ടുണ്ട്, 10 സെറ്റ് ഓഫ് മിസൈൽസ്. സെറ്റിനകത്ത് 5 6 ഉള്ള അതെല്ലാം തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ക്ലസ്റ്റർ ബോംബുകൾ വഹിച്ചിരുന്നവയാണ്. അതിൻ്റെ പീസുകൾ വീണും ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള 2 സിറ്റികൾ, ദിസ് ഈസ് അരാദ് എന്ന് പറയുന്നൊരു സിറ്റിയിലും ഡമോണ എന്ന് പറയുന്നൊരു സിറ്റിയിലുമാണ് ഈ ഈ മിനിഞ്ഞാന്നത്തെ മിസൈലുകൾ പതിച്ചിട്ടുള്ളത്. അവിടെ പറ്റിയതുപോലെയുള്ള ഒരു വൈഡ് സ്പ്രെഡ് ഡാമേജ് ഉണ്ടാക്കാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും സാധിച്ചിട്ടില്ല. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ് ഈ ഇന്നലെ അരാദിലും ഡമോണയിലും സംഭവിച്ചത് അറിയണം. അപ്പോൾ അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അവരുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് ഇവർ ലക്ഷ്യം വെച്ചതെന്ന് പറയുന്നു. അതായത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ 10 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ സംഗതി വന്ന് വീണത്. അപ്പോൾ നല്ല ഉന്നം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഇത്തരത്തിൽ ഇസ്രായേൽ തിരിച്ചടിച്ച് അങ്ങനെ ഇരിക്കും. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള വെപ്പൺസ് ഒന്നും ഇസ്രായേൽ പുറത്തെടുത്തിട്ടില്ല. അവർ ഈ ക്രൂസ് മിസൈലുകൾ മാത്രം ഉപയോഗിച്ചുള്ള പരിപാടികളാണ്. അവരുടെ ഇരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, സ്പാരോ പോലത്തെ മിസൈലുകളുണ്ട്. അപ്പം അത്തരം മിസൈലുകളൊന്നും അവർ പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറാനിലെ സാധാരണക്കാരായ മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു നയമാണ് US ഇസ്രായേലും സ്വീകരിച്ചത്. സാധാരണക്കാർക്ക് പരിക്ക് പറ്റാൻ പാടില്ല. അപ്പോൾ അത് IRGCക്കും അവിടെ ഭരിക്കുന്ന മത നേതൃത്വത്തിനും മാത്രം എതിരായിട്ടാണ് ഈ യുദ്ധം എന്ന് പലവട്ടം ഇസ്രായേലും US വ്യക്തമായിട്ടുണ്ട്. അവിടുത്തെ സാധാരണ പൗരരെ കൊല്ലാൻ ഒരിക്കലും ഇസ്രായേൽ ആഗ്രഹിച്ചിട്ടില്ല. അപ്പം നേരെ മറിച്ച് ഇറാൻ യുദ്ധം ചെയ്യുന്നത് സാധാരണ മനുഷ്യരോടാണ്. ഇവിടെ മരിച്ചവരാരും പട്ടാളക്കാരല്ല. ഇവിടെ വീടുകളിൽ കിടന്നുറങ്ങിയ മനുഷ്യരോ ഇനി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബങ്കറിൽ കയറി പതുങ്ങിയിരുന്ന മനുഷ്യരോ ഒക്കെയാണ് ആക്രമിക്കപ്പെട്ടത്. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊന്നും കുഞ്ഞുങ്ങളായിട്ട് ഇവിടെയുള്ള ഇസ്ലാമിക ഭീകരരടക്കം ഒരുത്തരും എണ്ണാറില്ല. അവരുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് കുഞ്ഞുങ്ങൾ, ബാക്കിയുള്ളതൊന്നും കുഞ്ഞുങ്ങളല്ല, പെണ്ണുങ്ങളല്ല. അവിടെ മരിക്കുന്നവരൊക്കെ ജൂതനാണ്. അപ്പോൾ ജൂതനെ കൊല്ലുന്നു അല്ലെങ്കിൽ അമേരിക്കക്കാരനെ കൊല്ലുന്നു എന്നൊരു കളർ മാത്രമേ ഉള്ളൂ അതിന്, അല്ലാതെ മനുഷ്യരെ കൊല്ലുന്ന ഒരു കളറില്ല. അപ്പോൾ മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് ഇറാൻ്റെ മാത്രം നയമാണ്, അത് US-ൻ്റെ ഇസ്രായേലിൻ്റെ നയമല്ല. അതുകൊണ്ട് അവർ അത്തരത്തിൽ തിരിച്ചടിക്കാത്തത്. ഇതുപോലെ ആളുകളെ കൊല്ലാനാണെങ്കിൽ ഒരു ദിവസം എത്രയോ 10,000-ങ്ങളെ കൊല്ലാൻ ഇസ്രായേലിന് സാധിക്കും. അവരത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓർഡിനറി പീപ്പിളിനെ രക്ഷിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നത് കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ ആക്രമണങ്ങളിൽ ഒരു നിയന്ത്രണം കാണിക്കാതെ നിവർത്തിയില്ല. അവർ ഉദ്ദേശിക്കുന്ന ടാർഗറ്റുകൾ മാത്രമേ അവർ ആക്രമിക്കുന്നുള്ളൂ. അവർ നഡാൻസാണ് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ നഡാൻസ് ആക്രമിക്കുന്നു. അല്ലാതെ ഇസ്രായേലിൻ്റെ പവർ സ്റ്റേഷനാണ് ഞങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മനുഷ്യരെല്ലാം കൂടെ താമസിക്കുന്ന ഹൗസിംഗ് കോളനി കൊണ്ട് ബോംബിടുന്ന പരിപാടി ഇസ്രായേലിനോ അമേരിക്കയോ ചെയ്യാനാവില്ല. അപ്പം
അരാക്ചി പറയുന്നത് ഈ ഹോർമൂസ് കടലിലേക്ക് തുറന്നു കിടക്കുകയാണ്, അതുകൊണ്ട് ആർക്ക് വേണേലും പോവാം. അതിനിടയിലൂടെ IRGC ഇന്നലെ അവരുടെ ഇറാനിയൻ സ്റ്റേറ്റ് ഏജൻസി ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മാപ്പിനകത്ത് ഗൾഫ് GCC രാജ്യങ്ങളിലുള്ള എല്ലാ എനർജി സ്റ്റേഷൻസും പവർ സ്റ്റേഷൻസും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത മാപ്പ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ട് പറയുന്നു, ഈ GCC രാജ്യങ്ങളിലെ ഗ്യാസ് സ്റ്റേഷൻസ് എവിടെ, ഡീസൽ പ്ലാന്റുകൾ എവിടെ, റിഫൈനറികൾ എവിടെ, അവരുടെ കിലോവാട്ട് സബ്സ്റ്റേഷൻസ് എവിടെ, ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷൻസ് എവിടെ, ഇലക്ട്രിസിറ്റി ജനറേഷൻ എങ്ങനെ, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതൊക്കെയാണ് ഞങ്ങളെ തൊട്ടാൽ, ഞങ്ങളുടെ ആദ്യത്തെ സാധനം തൊടുന്ന മൊമെൻറ്റിൽ ഇത് മുഴുവൻ ഞങ്ങൾ തകർത്തിരിക്കും എന്നാണ് അവർ പറയുന്നത്. നിശ്ചയമായും അത്തരം കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ സാധിക്കില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അമേരിക്ക ഈ പറഞ്ഞ 48 അവറിനുള്ള ആക്രമണങ്ങൾ തുടങ്ങുകയുള്ളൂ. 48 അവറിൻ്റെ ഉള്ളിലുള്ള ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് തുടങ്ങേണ്ടി വന്നാൽ ഇതുവരെ കാണാത്തൊരു യുദ്ധം നമ്മൾ കാണേണ്ടി വരും. ഇറാനിൽ പരക്കെ അടിക്കും. അത് ഇസ്രായേലും അമേരിക്കയും അവരുടെ സർവ്വശക്തി എടുത്ത് ഇത്തരം സ്ഥലങ്ങളിൽ അടിക്കും. സ്വാഭാവികമായിട്ടും യുദ്ധം വേറൊരു ലെവലിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അരാക്ചി പറഞ്ഞതുപോലെ ഹോർമൂസ് കടലിലേക്ക് തുറന്നു കിടക്കുകയാവട്ടെ, അത് അടയ്ക്കാൻ അവർക്ക് തോന്നാതിരിക്കട്ടെ എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. ഇനി അമേരിക്ക അവരുടെ പൗരന്മാരോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ എവിടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിലും സൂക്ഷിച്ചുകൊള്ളണം, കാരണം ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് ഇറാൻ അത്തരം ഒരു വാർണിംഗ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇറാൻ്റെ പൗരന്മാരോട് നിങ്ങൾ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകരുത്, നിങ്ങൾ ഇസ്രായേലിലേക്ക് പോകരുതെന്ന് പറയേണ്ട കാര്യമില്ല. ഒരു ഇറാനിയൻ സിറ്റിസൺ ഇസ്രായേലിൽ വന്നുകൊണ്ട് അവന് ഒരു പരിക്കും പറ്റില്ല. നേരെ മറിച്ച് ഒരു ജൂതനെ ഏതെങ്കിലും വഴിയിൽ കണ്ടാൽ, പാകിസ്ഥാനിൽ കണ്ടാൽ പോലും ഇറാനികൾ നിവൃത്തികൊണ്ട് അവനെ തല്ലിക്കൊല്ലും, അമേരിക്കനെ തല്ലിക്കൊല്ലും. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഭീകര രാജ്യമാണ്, അല്ലെങ്കിൽ ഭീകര റെജീമാണ്, മറ്റേത് സാധാരണ മനുഷ്യരാണ്. ഇറാൻകാരൻ ലോകത്തിലെവിടെയും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം, അവനെ ആരും ഒന്നും ചെയ്യില്ല. നേരെ മറിച്ച് അമേരിക്കാരന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല, കാരണം ഇറാൻകാർ അവനെ കണ്ടാൽ കടിക്കും. അതുകൊണ്ട് അവനെ സൂക്ഷിച്ച് സഞ്ചരിക്കാൻ പറ്റൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഒരു ഇസ്ലാമിക് ഭീകരൻ ആര്, മറ്റേ ലോകത്തിലെ പോളിഷ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ ആര് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരൊറ്റ വാണിംഗ് കണ്ടാൽ മതി. അമേരിക്ക അവരുടെ പൗരന്മാരോട് പറയുന്നത് സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ലോകത്തിൽ എവിടെ പോയാലും സൂക്ഷിക്കണം. കാരണം ഇറാനിൽ നിന്ന് വരുന്ന മതഭീകരർ, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മതഭീകരർ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒളിച്ചിരിക്കുന്ന മതഭീകരരെ നിങ്ങളെ കടിച്ചേക്കാം. നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ച് ലോകത്തിൽ ആർക്ക് എവിടെ വേണമെങ്കിലും പോവാം, അമേരിക്കയിൽ പോവാം, അവനെ ആരും കടിക്കുകയില്ല. കാരണം കടിക്കുന്നവർ ഈ ഇസ്ലാമിക ഭീകരരുടെ കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ആളുകളെ തിരിച്ചറിയാൻ ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കലായ ന്യൂസ് എന്ന് പറയുന്നത്, നമ്മളുടെ 2 ഷിപ്പുകൾ ഹോർമൂസ് കടലിലേക്ക് കടന്നു പോകുന്നു. ഇപ്പോഴും നമ്മുടെ ഷിപ്പുകൾ കടന്നു പോരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ചില വെസൽസും സൗഹൃദ രാജ്യങ്ങൾക്കുള്ള വെസലുകൾ കടന്നു പോരാമെന്ന് അരാക്ചി പറയുന്നുണ്ട്. പക്ഷേ ഈ വെസലുകളിൽ നിന്നൊക്കെ $2 മില്യൺ വീതം ഇറാനിയൻ റെജീം കളക്ട് ചെയ്തിരുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു വരുന്നതിന് $2 മില്യൺ വീതം ഓരോ വെസലിനും ചാർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ്. അപ്പോൾ ഈ $2 മില്യൺ വീതം ഇവർ ചാർജ് ചെയ്യാൻ തുടങ്ങിയാൽ യുദ്ധം കഴിഞ്ഞാലും ഇവർ ഈ പരിപാടി തുടരും. കാരണം കാശ് കിട്ടി പഠിച്ചതാണ്. ഞങ്ങളുടെ രാജ്യം തകർന്നുപോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ആകെ ഇത് നിവൃത്തിയുള്ളൂ. ഹോർമൂസ് കടലിടുക്കിൽ ഒരു ഗേറ്റ് വയ്ക്കുന്നു. ആ ഗേറ്റ് കടന്നു പോരുന്നവരെല്ലാം $2 മില്യൺ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് വളരെ വേഗം മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ഈ സംവിധാനം ഇവർ തുടങ്ങി വെച്ചതുകൊണ്ടായിരിക്കാം ട്രംപ് ഈ 48 മണിക്കൂർ ടൈം ഇവർക്ക് കൊടുത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹൂത്തികൾ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. റെഡ് സീയിലെ ഹൂത്തികൾ ചെയ്തിരുന്നത്, റെഡ് സീയിലൂടെ ഏതെങ്കിലും ഷിപ്പ് കടന്നു പോരണമെന്നുണ്ടെങ്കിൽ ഹൂത്തികൾക്ക് കപ്പം കൊടുത്താലേ പറ്റുമായിരുന്നുള്ളൂ. ഇതൊന്നും പബ്ലിക്കായിട്ട് ആരും പറയല. ഷിപ്പിംഗ് കമ്പനികൾ ആരോടും പറയാതെ ഇവൻ്റെ കയ്യിൽ കൊണ്ട കാശ് കൊടുത്തിട്ട് കടന്നു പോരുകയാണ് ചെയ്യുക. ഇതൊന്നും പബ്ലിക്കായിട്ട് പറയില്ല. ഞങ്ങൾ ഇത്ര കാശ് കൊടുത്തിട്ട് അതിലേ പോകുന്നതെന്ന് ഒരു ഷിപ്പിംഗ് കമ്പനിയും പറയില്ല. ഇതേ കാര്യമാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യത. കാശ് കൊടുത്തവൻ മിണ്ടത്തില്ല, കാരണം അവനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്, അവന് കടന്നു പോകുന്നേ പറ്റൂ. പക്ഷേ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അവർ $2 മില്യൺ വീതം കളക്ട് ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ഈ യുദ്ധം തീർന്നാലും ഇറാഖിൽ നിന്ന് വരുന്ന, കുവൈറ്റിൽ നിന്ന് വരുന്ന, ബഹ്റൈനിൽ നിന്ന് വരുന്ന, സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നിന്ന്, ഇത്തരം രാജ്യങ്ങൾക്കാണ് ഇവിടെ പെർഷ്യൻ ഗൾഫിലേക്ക് അതിർത്തിയുള്ളത്. ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വെസലിനും ഇറാന് കപ്പം കൊടുത്തുകൊണ്ടേ പുറത്തു വരാൻ പറ്റുകയുള്ളൂ എന്നൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഒരുപക്ഷെ GCC രാജ്യങ്ങൾക്ക് തന്നെ വലിയ റിസ്ക്കായി തീർന്നേക്കാവുന്ന ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് GCC രാജ്യങ്ങളോടും കൂടി ചേർന്ന് എടുത്ത ഒരു തീരുമാനത്തിലൂടെ ട്രംപ് അവിടെ എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മറ്റു രാജ്യങ്ങൾ, ഇന്നലെ ഞാൻ പറഞ്ഞു 20-ലധികം രാജ്യങ്ങൾ ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഇതിലെ സപ്പോർട്ടിലേക്ക് വരും. ഏതൊക്കെ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ 48 അവേഴ്സിൻ്റെ കംപ്ലീഷൻ്റെ ഭാഗത്തേക്ക് കാണാം. അപ്പോൾ അതിൻ്റെ റീസൺ ഇറാൻ ഒരു തെമ്മാടി രാജ്യമായി, ഒരു വിക്കറ്റ് രാജ്യമായി, തങ്ങളുടെ പ്രദേശത്തൂടെ കടന്നു പോകണേ കാശ് തരണമെന്ന് പറയുന്ന ഒരു റൗഡിയായി തരം താഴ്ന്ന ഒരു സാഹചര്യത്തിലാവണം ഒരുപക്ഷെ ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്ന് വേണം വിചാരിക്കാൻ.